അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അമ്മാ ബഅദ് ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ആമീൻ. സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യിദഹുല്ലാഹു തആല ബിനുസ്രിൽ അസീസ് നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ സൂറത്തു നിസായിലെ 18-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. 17-ാമത്തെ വചനത്തിൻ്റെ അവസാനത്തിൽ വിശദീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഖലീഫത്തുള്ള പറയുന്നു, What is beautiful in Allah's attributes is that He is ever forgiving. അള്ളാഹുവിൻ്റെ മനോഹരമായ ഗുണവിശേഷങ്ങളിൽ പെട്ട ഒന്നാണ് ഹീ ഈസ് എവർ ഫർഗിവിങ്. അവൻ എന്നെന്നും പുറത്തു കൊടുക്കുന്നവനാണ് എന്നത്. He does not condemn his creatures. അവൻ്റെ സൃഷ്ടികളെ അവൻ ആക്ഷേപിക്കുന്നത്, അപമാനിക്കുന്നത് അവൻ ഇഷ്ടപ്പെടുന്നില്ല. Once they repent, മനുഷ്യരെന്ന നിലയിൽ അവർ തെറ്റ് ചെയ്തു, പക്ഷേ അവർ അത് മനസ്സിലാക്കി പശ്ചാത്തപിക്കുകയും ആണെങ്കിൽ, and turn him with a remorseful heart, ഹൃദയംഗമമായി അവനിലേക്ക് അവർ തിരികുകയും ചെയ്യുകയാണെങ്കിൽ, അവൻ്റെ സൃഷ്ടികളായ മനുഷ്യരെ അവൻ ആക്ഷേപിക്കുവാൻ, മോശപ്പെടുത്തുവാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം മനുഷ്യരെന്നുള്ള നിലയിൽ തെറ്റുകൾ സംഭവിക്കാം, അത് തിരുത്തി അവനിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയാണെങ്കിൽ അവൻ്റെ സൃഷ്ടികളെ അവൻ ഒരിക്കലും മോശപ്പെടുത്തുവാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇതുപോലെ നമ്മുടെ കുടുംബങ്ങളിലുള്ള കുടുംബാംഗങ്ങൾ, അവരിലെല്ലാം തെറ്റുകൾ, കുഴപ്പങ്ങൾ, കുറവുകൾ സംഭവിക്കാം. പക്ഷേ അവർ അത് മനസ്സിലാക്കി തിരുത്തുകയാണെങ്കിൽ ആ ഗൃഹനാഥനെ സംബന്ധിച്ചിടത്തോളം അവരോട് പ്രത്യേകിച്ച് ഒരു കുഴപ്പവും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളായിരിക്കില്ല അതിലെ തലവൻ. പക്ഷേ അംഗങ്ങൾ തെറ്റുകൾ തിരുത്താത്തിടത്തോളം അവർ ശരിയായ ദിശയിൽ പോകാത്തിടത്തോളം കാലം ചില അനിവാര്യമായ അനന്തരഫലങ്ങൾ അവർ അനുഭവിക്കേണ്ടി വരും. ഇതുപോലെ അല്ലാഹു തആലയും അവൻ്റെ നടപടിക്രമം അനുസരിച്ച് അവൻ്റെ സൃഷ്ടികളെന്നുള്ള നിലയിൽ എല്ലാവരോടും സ്നേഹമാണ്, ദയാവായ്പാണ്. പിന്നെ അവൻ്റെ സൃഷ്ടികൾ എന്നുള്ള നിലയിൽ തെറ്റുകൾ സംഭവിക്കുകയാണെങ്കിൽ, അത് തിരുത്തുകയാണെങ്കിൽ അവൻ അവരിലേക്ക് അനുകമ്പയോടെ തിരിയുന്നതാണ്. Therefore, no Muslim believer is to mete out punishment. അതുകൊണ്ട് ഒരു മുസ്ലിം വിശ്വാസിയെയും ശിക്ഷ നൽകുക എന്നുള്ളത്
അവനിൽ ഉള്ള ഒരു പ്രധാന കാര്യമല്ല. ഓൺസ് ദേ റിയലൈസ് ദെയർ എറർ, പക്ഷേ അവർ ഒരിക്കൽ ആ തെറ്റവർ മനസ്സിലാക്കണം. ആൻഡ് അഡോപ്റ്റ് ഓൺസ് അഗെയിൻ ദ ഇസ്ലാമിക് ടീച്ചിങ്സ്, എന്നിട്ട് ഇസ്ലാമിക അധ്യാപനങ്ങൾ അനുസരിച്ച് അവർ പ്രവർത്തിക്കണം. കൺസേണിങ് ബോത്ത് ദെയർ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ബിഹേവിയർ, അത് സ്വകാര്യ സ്വഭാവങ്ങളിലായാലും പരസ്യമായ മറ്റുള്ളവരുടെ മുമ്പിലുള്ള സ്വഭാവങ്ങളായാലും അത് നല്ല ഇസ്ലാമിക അധ്യാപനം അനുസരിച്ച് അവർ പ്രവർത്തിക്കണം. അപ്പം വ്യക്തി ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും അവരുടെ സ്വഭാവം സംസ്കരിച്ച് ഏറ്റവും നല്ല നിലയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണം. ചുരുക്കത്തിൽ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന മാർഗരേഖ നമ്മുടെ മുമ്പാകെ തുറന്നു വച്ചിരിക്കുന്നു. അത് വായിക്കുകയും പഠിക്കുകയും എന്നിട്ട് നമ്മുടെ ശരീരത്തിനെ കൊണ്ടത് പ്രവർത്തിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ദിസ് ഈസ് സോ ബിക്കോസ് ഇറ്റ് ഈസ് അല്ലാഹ് ഹു ഈസ് ദ ഇൻഡലർ ഓഫ് എവരി ഹാർട്ട്. ഓരോ ഹൃദയത്തിൻ്റെയും ഉള്ളിൽ വസിക്കുന്നവനാണ് അല്ലാഹു. ആൻഡ് ദ ജഡ്ജ് ഓഫ് ഓൾ ഹിസ് ക്രീച്ചേഴ്സ്, അതുപോലെ എല്ലാ സൃഷ്ടികളുടെയും വിധികർത്താവും അവൻ തന്നെയാണ്. അപ്പോൾ അവൻ നമ്മുടെ ഉള്ളിലുണ്ട്, നമ്മുടെ കൂടെയുണ്ട്. അവൻ സദാ എല്ലാ കാര്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ്, വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്വഭാവങ്ങൾ. അത് രഹസ്യമായിട്ടുള്ളതായാലും പരസ്യമായിട്ടുള്ളതായാലും അത്തരത്തിലുള്ള ഒരു രക്ഷകനാണ് എന്ന തിരിച്ചറിവ് നമ്മളിലേക്ക് കടന്നു വരുമെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ ഓരോന്നോരോന്നായി നമ്മൾ നിറവേറ്റുന്നതിൽ ജാഗ്രതയുള്ളവരായിരിക്കും. കാരണം അനുവദിക്കപ്പെട്ട ഓരോ സമയവും എങ്ങനെ വിനിയോഗിച്ചു എന്നുള്ളത് സംബന്ധമായിട്ട് അവിടെ ചോദിക്കും. നിങ്ങൾക്ക് വേണ്ടി ഞാൻ അനുവദിച്ച ഒരു ദിനം, രാവും പകലും നിങ്ങൾക്ക് നൽകിയ ആ സമയത്തെ നിങ്ങൾ എങ്ങനെയാണ് വിനിയോഗിച്ചത് എന്ന് നമ്മൾ ഓരോരുത്തരോടും ചോദിക്കുന്നതാണ്. ആ സമയം വേണ്ടതുപോലെ നിങ്ങൾ ഉപയോഗിച്ചില്ല എങ്കിൽ അതിന് കണക്ക് പറയേണ്ടി വരിക തന്നെ ചെയ്യും. അത് അവർക്കുള്ള ഇഹലോക പരാജയങ്ങളിലൂടെയും പരലോക പരാജയങ്ങളിലൂടെയുമായിരിക്കും അതവരുടെ കർമ്മം. തെറ്റുകൾ തിരുത്തുകയാണെങ്കിൽ, ഇന്നലെ വരെ എനിക്കത് കഴിഞ്ഞില്ല, പക്ഷേ ഇന്ന് എനിക്കത് കഴിയണം എന്ന നിലയിൽ അവൻ സദാസമയവും നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇതുപോലെ മനുഷ്യർ പരസ്പരം നന്മയ്ക്ക് വേണ്ടിയുള്ള ഓർമ്മപ്പെടുത്തലുകൾ ആയിരിക്കണം. ബട്ട് ദിസ് ഡസ് നോട്ട് മീൻ ദാറ്റ് വൺ ക്യാൻ ഡു ആസ് ഹി ഓർ ഷീ പ്ലീസസ്. അപ്പോൾ ഏതായാലും നമ്മൾ തെറ്റെന്ത് ചെയ്താലും നമുക്ക് വലിയ പ്രശ്നമില്ലല്ലോ, ഇത് വായിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോഴെന്ന് തോന്നും. ദിസ് ഡസ് നോട്ട് മീൻ ദാറ്റ് വൺ ക്യാൻ ഡു ആസ് ഹി ഓർ ഷീ പ്ലീസസ്. അപ്പോൾ ഒരു പുരുഷനായാലും സ്ത്രീ ആയാലും അവർക്ക് തോന്നുന്നത് പോലെ എന്ത് വേണേലും ചെയ്യാം. ആൻഡ് വെയിറ്റ്സ് ബിഫോർ ഡെത്ത്. മരണം വരുന്നതിന് മുമ്പ് പശ്ചാത്തപിച്ചാൽ മതിയല്ലോ, അപ്പോൾ അവൻ നമ്മളോട് കരുണയോടെ വരുമല്ലോ, തിരുമല്ലോ. നോക്സ് അറ്റ് ദ ഡോർ ഓഫ് ഹിസ് ഓർ ഹെർ ലൈഫ്. അപ്പോൾ ഈ ബിഫോർ റിപ്പൻഡിങ്, പശ്ചാത്തപിക്കുന്നതിന് മുമ്പ് അവരുടെ വാതിൽക്കൽ മരണം വന്ന് മുട്ടുന്നത് എപ്പോഴാണ് എന്നറിയാത്തതിനാൽ നമുക്ക് പിന്നീട് പശ്ചാത്തപിക്കാം എന്ന് പറഞ്ഞ് തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതവർക്കൊരിക്കലും പശ്ചാത്താപം സ്വീകരിക്കപ്പെടുന്ന വ്യക്തികളായിട്ട് മാറുവാൻ സാധിക്കുകയില്ല. അല്ലാഹ് ഫേവേഴ്സ് നോട്ട് ദാറ്റ് കൈൻഡ് ഓഫ് റിപ്പൻഡൻസ്. അതുകൊണ്ട് അവസാനം നമുക്ക് പശ്ചാത്തപിച്ച് കളയാം എന്നുള്ള നിലയിലുള്ള പശ്ചാത്താപമല്ല അല്ലാഹു തആല നോക്കുന്നതും അല്ലാഹു അവരുടെ മേൽ അനുഗ്രഹം ചൊരിയുന്നതും. പശ്ചാത്തപിക്കേണ്ടത് തെറ്റ് സംഭവിച്ചു കഴിഞ്ഞ് എത്രയും വേഗം അതിനെക്കുറിച്ച് ഖേദിക്കുകയും അത് തിരുത്തുകയും ചെയ്യുന്നതിലൂടെയാണ്. റിപ്പൻഡൻസ് ഈസ് ഓൺലി ഫോർ ദോസ് ഹൂ വൺസ് ദേ ഹാവ് കമ്മിറ്റഡ് ആൻ ഇൻഡീസൻസി. ഒരാൾ ഒരിക്കൽ ഒരു സമയത്ത് ഒരു ദിവസം
മോശമായ ഒരു പ്രവൃത്തി ചെയ്തു, റിപ്പൻ ജസ്റ്റ് ആഫ്റ്റർ, എന്നാൽ അതിനുശേഷം എത്രയും വേഗം അത് പശ്ചാത്തപിക്കുക എന്നുള്ളതാണ്. ആൻഡ് ഡു നോട്ട് റിപ്പീറ്റ് ഇറ്റ് അഗെയിൻ. അത്തരം മോശപ്രവൃത്തി തൻ്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും ചെയ്യുകയില്ല എന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് പശ്ചാത്താപ ഹൃദയത്തോടുകൂടി അള്ളാഹുവിലേക്ക് തിരിയലാണ് യഥാർത്ഥമായ പശ്ചാത്താപം. ഇത്തരത്തിൽ നാം ഇത് സംബന്ധമായി നമ്മുടെ ജീവിതത്തെ ഒന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുള്ളവരാണ്. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് തിരിയുകയും ആ തെറ്റുകൾ വീണ്ടും ആവർത്തിക്കാതിരിക്കുകയും, ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം 70 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചെയ്തിരുന്ന, പാപം മുക്തി ലഭിച്ചിരിക്കുകയാണ്, സ്വർഗപ്രാപ്തിക്ക് അവകാശിയാണ് എന്ന് അല്ലാഹു അറിയിച്ചിട്ടും 70-ലധികം പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചെയ്യുമായിരുന്നു. നമ്മൾ നമ്മുടെ ഇബാദത്ത് ഖാനയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും പള്ളികളിലേക്ക് ആർക്കും പോകാൻ സമയം കിട്ടുകയില്ല. അപ്പോൾ അവരവരുടെ വീടുകളെങ്കിലും പള്ളികളാക്കി മാറ്റി ഒരു റൂം അതിനു വേണ്ടി സജ്ജീകരിച്ച് നിങ്ങൾ ദിക്റുകൾക്കും അള്ളാഹുവിനെ സ്മരിക്കുന്നതിനും ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് പശ്ചാത്തപിക്കുന്നതിനും നന്മയായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതിനുമുള്ള ഇടങ്ങളാക്കി മാറ്റി ഓരോരുത്തരും സംസ്കൃതരായി തീരുക, തെറ്റുകളിൽ നിന്നും മുക്തി നേടി സ്വയം ശുദ്ധരായി തീരുക. സ്വയം ശുദ്ധരായി തീരുമ്പോൾ അവിടെ ലൈറ്റ്, അവിടെ പ്രകാശം വരും. ആ പ്രകാശം എന്ന് പറയുന്നത് അറിവാണ്. ആ അറിവാണ് യഥാർത്ഥ പ്രകാശം. ആ പ്രകാശം ലഭിച്ചു കഴിഞ്ഞാൽ അവർക്ക് വെളിച്ചത്തിലൂടെ സഞ്ചരിക്കാം. മറ്റുള്ളവരെയും താൻ നടന്നു പോകുന്ന ആ വെളിച്ചത്തിലേക്ക് ക്ഷണിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യാം. ഒരിക്കലും അവർ ഇരുട്ടിലേക്ക് പ്രവേശിക്കേണ്ടി വരികയില്ല. അത്തരത്തിലുള്ള ഒരു വലിയ ടോർച്ചാണ് വിശുദ്ധ ഖുർആൻ. അത് നമ്മുടെ കൈകളിൽ തന്നിരിക്കുകയാണ്. നമ്മളത് പ്രകാശിപ്പിക്കുകയും നമ്മുടെ ശരീരാവയവങ്ങളെ, നമ്മുടെ കണ്ണുകളെ, നമ്മുടെ ചെവികളെ, നമ്മുടെ നാവുകളെ, കൈകാലുകളെ, നമ്മുടെ ചിന്തകളെ, നമ്മുടെ ഹൃദയങ്ങളെ എല്ലാം പ്രകാശപൂരിതമാക്കി തീർക്കത്തക്ക നിലയിൽ അത് പഠിച്ച് മനസ്സിലാക്കിയും ഏറ്റവും നല്ല അറിവിൻ്റെ ഉടമകളായിത്തീരുന്നതിന് അല്ലാഹു തആല അവൻ്റെ സൃഷ്ടികളായിത്തീരുന്നതിന് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടിയാണ് ഈ വെളിച്ചം കയ്യിൽ തന്നിരിക്കുന്നത്. ഈ വെളിച്ചം കയ്യിലേന്തി നമുക്ക് ഇഹപരലോക വിജയം നേടുവാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത വചനവുമായി നാളത്തെ പ്രഭാതത്തിൽ അല്ലാഹു അനുഗ്രഹിച്ചാൽ വീണ്ടും കണ്ടുമുട്ടാം. ജസാക്കുമുല്ലാഹി ഖൈറൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.